ഈ അടുത്ത കാലത്ത് പല ചെറുപ്പക്കാരും എന്നെ വിളിച്ച് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതെന്നാ പാസ്റ്ററെ, അതെന്നാ സാറേ, ഞങ്ങൾക്ക് മാത്രം ഇത്രയും റെസ്ട്രിക്ഷൻസ്, ഇത്രയും എന്താ പറയുക നിയമങ്ങൾ, ഇത് മറ്റ് ഉള്ള സ്ഥലങ്ങളിലുള്ള മറ്റു രാജ്യങ്ങളിലുള്ള ദൈവമക്കൾക്കൊന്നും ഇത് ബാധകമല്ലേ, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളോ ഇങ്ങനെ എന്ന് ചോദിക്കാൻ തുടങ്ങി പിള്ളേരെ, ചെറുപ്പക്കാര്, പയ്യന്മാര്. അവരുടെ ചോദ്യങ്ങളൊക്കെ ശരിയായ ചോദ്യങ്ങൾ തന്നെ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ നല്ലപോലെ വീക്ഷണം നടത്തി നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. ഒരുത്തൻ മൂടി പൊക്കി ഇങ്ങനെ മുള്ളംപന്നി പോലെ വെച്ചിട്ട് ആലയത്തിലോട്ട് വരുമ്പോൾ ദൈവദാസൻ കനം കൂടിയ ചൂരലിന്റെ അടിക്ക് തക്കതായ പ്രകരത്തിലാണ് അവനെ ഉപദേശിക്കുന്നത്. അവൻ മുൾകാൻ മാത്രം വെച്ചിട്ട് വരുമ്പോൾ അവനോട് അവനെ ശപിച്ചില്ലെന്നേ ഉള്ളൂ. സ്തോത്രം. അവൻ കൃതാവിച്ചിരെ ഇറക്കി ഇവിടം വരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടനെ അവനെ എന്ത് ചെയ്യും? ചീത്ത വിളിക്കും. അവളുടെ ചുരിദാറിന്റെ കട്ട് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് മേലെ വരെ വന്നാൽ ഉടനെ അവനെ വഴക്ക് പറഞ്ഞ് ശകാരിക്കും, ഇല്ലേ? ഇനി അവൻ എവിടെയും ഇച്ചിരി വലിച്ചു പറിച്ചാൽ ഉടനെ അവനെ ചീത്ത വിളിക്കും. എന്തെല്ലാം എന്ന് പറഞ്ഞാൽ മാക്സിമം തൻ്റെ കയ്യിലുള്ള കുഞ്ഞാടിനെ നന്നാക്കി അവൻ ഒരുക്കി മെരുക്കി കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി ഒരുക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഈ പാസ്റ്റർ ചെയ്യുന്നത്. ഒരിക്കലും പാസ്റ്റർ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം മനസ്സിലാക്കിയതും അദ്ദേഹം വിശ്വസിക്കുന്നതും അദ്ദേഹം ആത്മാർത്ഥത കാണിക്കുന്നതുമായ ദൈവത്തിങ്കിലേക്ക് ജനത്തെ അടുപ്പിക്കാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി അതാണ്. അത് ചെയ്തേ പറ്റൂ. അപ്പോൾ ഒരു ചോദ്യം, പിന്നെന്തിനാ ഈ പിള്ളേർ ഇങ്ങനെ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ ഉള്ളൂ? മറ്റുള്ള രാജ്യത്തിലെ ആൾക്കാരുടെ പരിപാടി കണ്ടില്ലേ? അത് ചെയ്യാൻ പാടുണ്ടോ? അതിവിടെ ചെയ്താൽ അവരത് ചെയ്യുമ്പം ഞങ്ങൾ അതെടുത്ത് ഇവിടെ ചെയ്യുമ്പം ഞങ്ങൾ കുറ്റക്കാരായി, ഞങ്ങൾ മോശക്കാരായി. കണ്ടോ എന്താ ചെയ്യല്ലേ? പാസ്റ്റർമാർക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, പിള്ളേർക്ക് ചോദിക്കാതിരിക്കാനും പറ്റത്തില്ല. അപ്പൊ രണ്ടിന്റെ നടുവിൽ നമ്മൾ നിൽക്കുക. എന്താ ചെയ്യണ്ടേ? ഒറ്റ കാര്യം നമുക്ക് ചെയ്യാം. നമുക്ക് നേരെ ബൈബിളിലേക്ക് പോകാം കേട്ടോ. നമുക്ക് നേരെ ഈ രാവിലെ സമയം ഈ ഒരു വിഷയമായിട്ട് ബൈബിളിലേക്ക് ഇറക്കാം. ബൈബിൾ എന്താ പറയുന്നത്? ഏത് കാര്യത്തിനും നമുക്ക് മറുപടി തരുന്നത് മക്കളെ ബൈബിളാ കേട്ടോ, ബൈബിളാ കേട്ടോ. അപ്പൊ ബൈബിളിലേക്ക് നമുക്ക് കയറാം. ബൈബിൾ എന്താ പറയുന്നത്? ഇനി ഈ ബൈബിളിനെ കുറിച്ച് ഒരു വാക്ക് ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. സത്യവേദ പുസ്തകം ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ മലയാളമാണ്. പല ഭാഷയിലുള്ള ബൈബിൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, പല ഭാഷകൾ ഞാൻ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട്. സ്തോത്രം. ഇപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നത് മലയാളം ബൈബിളാണ്. ഈ മലയാളം ബൈബിള് ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കന്നഡയിൽ കൊടുത്തിട്ടുണ്ട്, തമിഴിൽ കൊടുത്തിട്ടുണ്ട്, തെലുങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലുള്ള ഏകദേശം 250-ലധികം ഭാഷകളിൽ ഇത് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പല ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ ബൈബിള് അമേരിക്കക്കാരന്റെ കയ്യിലുമുണ്ട്, ഇതേ ബൈബിള് ചൈനക്കാരന്റെ കയ്യിലുമുണ്ട്, ഇതേ ബൈബിള് കൊറിയക്കാരന്റെ കയ്യിലുമുണ്ട്. ഇതേ ബൈബിള് തന്നെയാണ് എല്ലാ രാജ്യക്കാരും ഉപയോഗിക്കുന്നത്. ട്രാൻസ്ലേഷന്റെ വ്യത്യാസങ്ങൾ വരുന്നില്ല. അർത്ഥവ്യത്യാസങ്ങൾ വരുമ്പോൾ അത് ക്രമീകരിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. സ്തോത്രം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഇത് തന്നെയാണ് എല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വചനത്തേക്ക് വരാം. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിടത്ത് ചെയ്യുകയാണെങ്കിൽ അവന് നല്ല അടിയുടെ കുറവെന്നല്ലാതെ ഞാൻ വേറൊന്നും പറയത്തില്ല. കാരണം എന്നാണെന്നറിയോ? ദൈവത്തിന്റെ വചനത്തിനകത്ത് എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പുതിയ നിയമസഭയ്ക്ക് പഴയ നിയമം ഇല്ലാതെ പുതിയ നിയമം ഇല്ല കേട്ടോ. പുതിയ നിയമത്തിനകത്ത് എഴുതിയിരിക്കുന്ന ചില ആൾക്കാർ പറയും പഴയ നിയമം വേണ്ടാന്ന്. പഴയ നിയമം വേണ്ടാന്ന് പറയരുത്. അങ്ങനെയാണ്. നിങ്ങൾ പഴയ നിയമത്തിന്റെ കുറെ വാക്യങ്ങൾ പുതിയ നിയമത്തിനകത്ത് കോട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ മൈക്രോവേവ് മായ്ക്കേണ്ട വരും കേട്ടോ. അപ്പം പഴയ നിയമം ഇല്ലാതെ പുതിയ നിയമം ഇല്ല. പുതിയ നിയമത്തിനകത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ തന്നെ പഴയ നിയമത്തിൽ നാം അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഒരു വിശ്വാസിയാണ്, നിങ്ങൾ ഒരു ദൈവവൈദ്യനാണെങ്കിൽ തീർച്ചയായിട്ടും ആമേൻ നടപടിക്രമത്തിൽ വരുത്തേണ്ടതാണ്. നിങ്ങളുടെ ലൈഫിൽ അത് കൊണ്ടുവരേണ്ടതാണ്. ദൈവത്തിന്റെ സ്തോത്രം. ലേവ്യ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ ആഗ്രഹിക്കാൻ. 19-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ശ്രദ്ധിച്ചു കേൾക്കണം. രക്തത്തോടു കൂടിയുള്ളത് തിന്നരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഇറച്ചിക്കടയിൽ പോയാൽ പോലും അതിനകത്ത് രക്തമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മാംസത്തിനകത്ത് രക്തമുണ്ടെങ്കിൽ
നമ്മൾ എന്ത് വീട്ടിൽ കൊണ്ടുവന്ന് 5-6 പ്രാവശ്യം ഞെക്കി കഴുകുന്ന എന്താ? അതിനകത്ത് ഒരിക്കലും ബ്ലഡ് ഉണ്ടാകരുത്, അതിനു വേണ്ടി ഞെക്കി കഴുകുന്നത് ഇല്ലേ? രക്തത്തോടുകൂടി തിന്നരുത്, ആഭിചാരം ചെയ്യരുത്. കണ്ടോ? ആഭിചാരം ചെയ്യരുത്. ഇനിയോ മുഹൂർത്തം നോക്കരുത്. കണ്ടോ? നിങ്ങളുടെ തലമുടി ചുറ്റും വിളുമ്പ് വടിക്കരുത്. ഡെക്കറേഷൻ ഒന്നും പറ്റിയായിരുന്നു. പിന്നെയോ താടിയുടെ അറ്റം വിരൂപമാക്കരുത്. കണ്ടോ? ആക്കരുത്. മരിച്ചവന് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സങ്കടം തീർക്കാനെന്ന് പറഞ്ഞ് ദേഹത്ത് മുഴുവൻ മുറിവുണ്ടാക്കുന്ന ഒരു പരിപാടി അന്നും ഇന്നും എന്നും ഉള്ളത്. അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യരുത്. എന്നിട്ടോ മെയ്മേൽ പച്ച കുത്തരുത്. പച്ച കുത്തത്തില്ലേ, ആ പരിപാടി ചെയ്യരുത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ പിള്ളേർ ചോദിക്കുന്നത് കേട്ടോ. അവിടെയുള്ള അമേരിക്ക ഞാൻ പോയപ്പോൾ ഇന്ന സ്ഥലത്ത് അവിടെ നടന്ന കോൺഫറൻസിൽ അവിടെ പ്രസംഗിക്കാൻ വന്ന ആളുടെ കയ്യിലെല്ലാം പച്ച കുത്തിയേക്കുക. ഞാൻ അതിനകത്ത് ആ പയ്യന് കൊടുത്ത മറുപടി ഇതാണ്: എൻ്റെ മോനെ, അയാളെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കുത്തിയതായിരിക്കും. അതിപ്പോ ഇനിയിപ്പം മായ്ക്കാൻ ഒരു വഴിയില്ല, അതിനി മാഞ്ഞു പോകണം. അതങ്ങനെ മാഞ്ഞു പോകാത്ത രീതിയിൽ കുത്തുന്ന ഏർപ്പാടാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും? പക്ഷെ അയാള് സ്റ്റേജിൽ കയറി നിന്ന് പാട്ട് പാടുന്നു, പ്രസംഗിക്കുന്നു. ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും? വട്ടിയെടുക്കാൻ ദൈവം പരിശുദ്ധാത്മാവ് പോയിട്ടുണ്ടാവും കേട്ടോ. കണ്ടോ? പച്ച കുത്തരുത്. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് പറയുക, ഇത് മോശ പറഞ്ഞതല്ല, ഇത് ആരേലും പാസ്റ്റർമാര് പറഞ്ഞതല്ല. അടുത്ത വാക്യം ശ്രദ്ധിക്കേണ്ടത്: ഞാൻ യഹോവയാകുന്നു. സ്തോത്രം. ഒത്തിരി കാര്യം എഴുതിയിട്ടുണ്ട്, ഞാൻ താഴോട്ടുള്ള വായിക്കുന്നില്ല, അവിടെ കൂടെ ഞാൻ നിർത്തുക. അപ്പം 19-ാം അധ്യായം ലേവ്യ പുസ്തകം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അവ ഏത് രാജ്യക്കാരനായിരുന്നാലും അവർക്കെല്ലാം ഒറ്റ ബൈബിളേ ഉള്ളൂ. അമേരിക്കക്കാർക്ക് വേണ്ടി പ്രത്യേകം ബൈബിളില്ല, സൗദി അറേബ്യക്ക് പ്രത്യേകം ബൈബിളില്ല, ചൈനക്കാരന് പ്രത്യേകം ഇല്ല കേട്ടോ, കൊറിയക്കാരനും പ്രത്യേകം ഇല്ല. എല്ലാവർക്കും ഒറ്റ ബൈബിളേ ഉള്ളൂ. ഇതും വെച്ചുകൊണ്ടാണ് ഈ തോന്നിവാസം മുഴുവൻ കാണിക്കുന്നത്. സ്തോത്രം. തലേ തുണിയിട്ട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം വന്നിപ്പോൾ തലേ തുണിയില്ല. ഞാനിതൊന്നും വിമർശിക്കുന്നില്ല. എൻ്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഞാൻ ഒരു കാര്യം ഒറ്റ പ്രാവശ്യം എൻ്റെ പ്രഭാഷണത്തിൽ പറയും, രണ്ടാമത് ഒരു പ്രഭാഷണം ഞാൻ ആവർത്തിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ തീർത്തും പറയുക, ദൈവവചനത്തിന് വിരുദ്ധമായി എവിടെയെല്ലാം ആരെല്ലാം എന്തെല്ലാം ചെയ്താലും ഞാൻ യഹോവയാകുന്നു എന്ന അവസാനം ദൈവം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചു വേണം കേൾക്കാൻ. ഏതെങ്കിലും ഒരു ഭരണകർത്താവ് പറഞ്ഞതല്ല, ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതാവ് പറഞ്ഞതല്ല, സഭയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി പറഞ്ഞതല്ല. സർവശക്തനായ ദൈവമായ കർത്താവ്, യഹോവയായ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. അത് നീ ചെയ്താൽ നിനക്കതിൻ്റെ ഗുണനിലവാരം ദൈവം തന്നിരിക്കും. ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്താൽ ദൈവം നിന്നെ വിടിയല്ല മക്കളെ കേട്ടോ. നീ എന്തെല്ലാം പരിപാടി കാണിച്ചാലും, ചില യൂട്യൂബിലെ ചില പാട്ടുകാരുടെ പാട്ടും അല്ല ഉപകരണം വായിക്കുന്നവരുടെ ഷെയ്പ്പൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നാറുണ്ട്, വളരെ സങ്കടം തോന്നാറുണ്ട്. കാരണം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വായിക്കാത്ത, നിയമം അറിയാത്ത കുറെ ആൾക്കാരെ ഡ്രൈവ് ചെയ്യാൻ റോട്ടിലിറങ്ങിയിരിക്കുക. സ്തോത്രം. എന്ത് ചെയ്യാൻ പറ്റും? അടി തന്നെ മിച്ചം. അതുകൊണ്ട് എച്ചരിക്കൈ, തമിഴ് പറയും എച്ചരിക്കൈ, വളരെ ശ്രദ്ധിക്കണം. ആമേൻ. അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പോകരുത്. നിങ്ങൾ ഈ വചനത്തിന് അല്പമെങ്കിലും ബഹുമാനം കൊടുക്കുന്നെങ്കിൽ, ഈ വചനത്തിന് അല്പമെങ്കിലും വില കൽപ്പിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൂർണമായ മാറ്റം ഉണ്ടാക്കണം. സ്തോത്രം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കും. നമുക്ക് ഈ ലോകത്തിന്റെ ഒരു കോനാകൃതി നമ്മുടെ ദേഹത്ത് വേണ്ട. നമ്മളെ കാണുന്നവൻ, സ്തോത്രം, നമ്മളെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണട്ടെ. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. ഈ വാത്സല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ സഹായിക്കണമേ. അവരുടെ ഉള്ളിലെ കൺഫ്യൂഷൻ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആരെല്ലാം എന്തെല്ലാം ഈ ലോകത്തിന്റെ മാലിന്യത്തിനകത്ത് കിടന്ന് ഉരുണ്ടോട്ടെ കർത്താവേ. ഹല്ലേലൂയ. ലോകമനുഷ്യൻ ചെയ്യുന്ന ഏത് വിക്രിയകളും ചെയ്ത് ഒരു വിശുദ്ധനായ, രക്ഷിക്കപ്പെട്ട്, വിളിച്ച് വേർതിരിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, അഭിഷേകം പ്രാപിച്ച് ദൈവത്തിന് നിലനിൽക്കുന്ന ഒരു ദൈവത്തിനത് ആവശ്യമില്ല എന്ന് ഈ സന്ദേശത്തിലൂടെ
ഈ പ്രിയപ്പെട്ടവന് കർത്താവ് മനസ്സിലാക്കാൻ കൊടുത്ത് കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞാൻ ഹൃദയം തുറന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആത്മീയ ജീവിതത്തിൽ വളരെ പക്വതയോടെ മുമ്പോട്ട് നീങ്ങുവാൻ കർത്താവരെ സഹായിക്കണമേ. വന്നുപോയ എല്ലാ വീഴ്ചകളും ദൈവം ക്ഷമിക്കണം. തങ്ങളുടെ കഴിയണം, വിശുദ്ധീകരിക്കണം. പ്രാർത്ഥന നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോടുണ്ട്. ഭയപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.